ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു വളരാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ കടമയാണ് സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നത്. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകായിരങ്ങളുടെ പ്രാണൻ നൽകി നേടിയതാണെന്ന സത്യം ഓരോ തലമുറയും തിരിച്ചറിയണം. പാരതന്ത്ര്യത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സ്വയം ബലി നൽകിയ ദേശസ്നേഹികളുടെ കഥ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കി സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയാൻ ഓരോ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളും പ്രചോദനമാകട്ടെ. പ്രധാന വാർത്തകളിലേക്ക്. ഭാരതത്തിന്റെ 68ാം സ്വാതന്ത്ര്യദിനം. ദേശസ്നേഹവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ സ്വാതന്ത്ര്യദിന സന്ദേശം. വർഗീയതയും തീവ്രവാദവും രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കർഷക വിരുദ്ധ നയങ്ങളുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. വാർത്തകൾ വിശദമായി. ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ ലോകത്തെ ആദ്യ 7 രാജ്യങ്ങളിൽ ഒന്നായി മാറിയ ഇന്ത്യയുടെ തുടർന്നുള്ള പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നത് തീവ്രവാദമാണെന്ന് സംസ്ഥാന ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ 68ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ 68ാം പിറന്നാൾ രാജ്യമൊട്ടുക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതല പരിപാടികൾ വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ നടന്നു. വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സായുധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. പരിശോധിക്കുന്നതിനായി പരേഡ് കമാൻഡർ ഇൻസ്പെക്ടർ ശ്രീ അശോകൻ നായരുടെ മൈതാനിയിൽ പരേഡിന് താളമേളങ്ങൾ ഒരുക്കുന്നത് കേന്ദ്രീയ വിദ്യാലയ നമ്പർ 1 ബാൻഡ് ടീം. വർഗീയതയും തീവ്രവാദവും രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ തടസ്സമാണെന്നും അതിനെതിരെ പോരാടാൻ എല്ലാവരും തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് പല രാജ്യങ്ങളും വർഗീയ കലാപങ്ങളിലും മറ്റും പെട്ട് കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ കുറെയൊക്കെ തലപൊക്കുന്നു എന്നത് ദൗർഭാഗ്യകരമാണെന്നും ആര്യാടൻ കൂട്ടിച്ചേർത്തു. തീവ്രവാദം അതാണ് നമ്മുടെ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ തടസ്സം. അതിനെതിരായി പടവരുത്താൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 68ാം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ആംഡ് പോലീസിന്റെ പ്ലാറ്റൂണുകൾ, എക്സൈസ്, ഫോറസ്റ്റ് വകുപ്പുകൾ, NCC, സ്കൌട്ട് കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ പരേഡിൽ പങ്കെടുത്തു. തൊട്ടുപിറകിലായി അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു ആംഡ് കോഴിക്കോട് റോഡിലെ സബ് ഇൻസ്പെക്ടർ ശിവദാസനാണ് നയിക്കപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ ശ്രീ സുനിൽകുമാർ. സീനിയർ ഡിവിഷൻ NCC ആർമിയിൽ അണ്ടർ ഓഫീസർ നയിക്കുന്ന പ്ലട്ടൂൺ.
തൊട്ടുമുകളിലായി NCC മാസ്റ്റർ അഹമ്മദ് നയിക്കുന്ന സ്കൗട്ട്സ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. ബാൻഡ് മാസ്റ്റർ സുദേവിന്റെ നേതൃത്വത്തിൽ അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. മാസ്റ്റർ അബ്ദുൽ പി നയിക്കുന്ന പ്ലട്ടൂൺ അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. പരേഡിൽ പങ്കെടുത്ത മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ട്രോഫികളും സായുധ സേന പതാക ദിന ട്രോഫികളും മന്ത്രി വിതരണം ചെയ്തു. തുടർന്ന് സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. സിവിൽ പോലീസ് ഓഫീസർ വിജിലൻസ് കോഴിക്കോട്. സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്, ജില്ലാ കളക്ടർ CA ലത, MK രാഘവൻ MP, മേയർ AK പ്രേമജം, MLA മാരായ പുരുഷൻ കടലുണ്ടി, AK ശശീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, RDO ഹിമാൻഷു റായ്, DFO അമിൻദീപ് കൌർ, റൂറൽ പോലീസ് സൂപ്രണ്ട് PH അഷ്റഫ്, സ്വാതന്ത്ര്യ സമര സേനാനികൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങ് വീക്ഷിക്കാനെത്തി. കർഷക വിരുദ്ധ നയങ്ങളുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. അഴിമതി, വിലക്കയറ്റം, വർഗീയത എന്നിവയെ ചെറുത്ത് സ്വാതന്ത്ര്യം അർത്ഥപൂർണമാക്കാൻ AIYF സംഘടിപ്പിച്ച സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി, വിലക്കയറ്റം, വർഗീയത എന്നിവയെ ചെറുത്ത് സ്വാതന്ത്ര്യം അർത്ഥപൂർണമാക്കാൻ AIYF കോഴിക്കോട് സിറ്റി കമ്മിറ്റി യുവതിയുടെ ആഭിമുഖ്യത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. പാളയം പരിസരത്ത് നടന്ന പരിപാടി CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു. കർഷക വിരുദ്ധ നയങ്ങളുമായാണ് BJP സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം പേരുമാറ്റിയാണ് മോദി സർക്കാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ, പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ഒരു ആശയം എന്ന നിലക്ക് മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പേര് മാറ്റിയാണ് മോദി അവതരിപ്പിച്ചത്. സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയൻ SIR. സർ, MKM കുട്ടി, PK നാസർ, KC അൻസാർ, അഡ്വക്കേറ്റ് AK സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ സൗജന്യ യാത്രയുമായി ഒരു സ്വകാര്യ ബസ്. നരിക്കുനി മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന CMS സ്വകാര്യ ബസ്സാണ് സൗജന്യ യാത്രയൊരുക്കി സ്വാതന്ത്ര്യദിനത്തെ മാതൃകാ സേവനമാക്കിയത്. സ്വാതന്ത്ര്യദിനത്തിൽ യാത്രക്കാർക്ക് സൗജന്യ യാത്ര ഒരുക്കിയാണ് ഒരു ബസ് ഉടമയും ജീവനക്കാരും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. നരിക്കുനി മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന CMS സ്വകാര്യ ബസ്സാണ് സ്വാതന്ത്ര്യദിനത്തെ മാതൃകാ സേവനമാക്കിയത്. കളക്ഷൻ വർദ്ധിപ്പിക്കാനായുള്ള മത്സര ഓട്ടം കാരണം സ്വകാര്യ ബസ്സുകളെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ബസ് ഉടമയുടെയും ജീവനക്കാരുടെയും ഈ തീരുമാനം ശ്രദ്ധേയമാകുന്നത്. സ്വകാര്യ ബസ്സുകളോടുള്ള സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ഒരു യാത്രയിലൂടെ സാധിക്കുമെന്ന് CMS ഡ്രൈവർ റസാഖ് പറയുന്നു. നല്ല സഹകരണം, ഞാൻ പറഞ്ഞില്ലേ, നരിക്കുനി വരെയുള്ള എല്ലാ സ്റ്റോപ്പിൽ നിന്നും ഞങ്ങൾക്ക് സ്വീകരണം പോലെ ലഡുവും മധുര പലഹാരങ്ങളൊക്കെ തന്നു, പായസമൊക്കെ തന്നു. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, നല്ല പ്രതികരണമാണ്. അതെ, ആദ്യമായിട്ടാണ്. ഇനി തുടർന്നും ഞങ്ങൾ ഇങ്ങനെ തുടരണമെന്നാണ് എല്ലാ മാനേജറും ഇങ്ങനെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ തെറ്റിദ്ധാരണ ഒന്നായിട്ട് ഇതിനോട് മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിരുന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരാളോട് മോശമായി പെരുമാറിയോ അങ്ങനെ ഒരു വിഷയം വന്നി സേവനാണ് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളോട് പെരുമാറും പോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. ആരാമ്പ്രം സ്വദേശി ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ്. ജാഫർ, ഷംസു, അനി, രഞ്ജിത്ത് എന്നിവരാണ് ബസ്സിലെ മറ്റു തൊഴിലാളികൾ. ഓരോ ബസ് സ്റ്റോപ്പിലും വൻ സ്വീകരണമാണ് CMSന് നൽകുന്നത്. ഈ സന്തോഷത്തിൽ ഇത്തരമൊരു സേവനം യാത്രക്കാർക്ക് നൽകിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ബസ് ജീവനക്കാരും. ജീവൻ നൽകുകയല്ല, ജീവിതം നൽകുകയാണ് മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതെന്ന് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്. തടമ്പാട്ട് താഴം PC അഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും വേങ്ങേരി ചിരസ്മരണ കലാസാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അവയവദാനം ജീവദാനം ജനകീയ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടമ്പാട്ടുതാഴം PC അഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും വേങ്ങേരി ചിരസ്മരണ കലാ സാംസ്കാരിക വേദിയും സംയുക്തമായി അവയവദാനം ജീവദാനം എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു.
വേങ്ങേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംഘാടക സമിതി രൂപീകരണ യോഗവും നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു. ജീവൻ നൽകുകയല്ല, ജീവിതം നൽകുകയാണ് മനുഷ്യന് വേണ്ടി ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നാം ജീവനല്ല ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ജീവിതമാണ്. ജീവനുള്ളവർ ജീവിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ പരിമിതി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള അവയവങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ഒരുപക്ഷെ ജീവനുണ്ടെങ്കിലും തന്റേതല്ലാത്ത കുറ്റം കൊണ്ട്. പരിപാടിയിൽ ട്രസ്റ്റ് അംഗം O സദാശിവൻ, ചിരസ്മരണ സെക്രട്ടറി PT ഫിറോസ് ഖാൻ, K കിഷോർ, N ഭാസ്കരൻ, N രാധാകൃഷ്ണൻ, PM കരുണാകരൻ, CM കേശവൻ, K അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ കൃഷ്ണമോഹൻ, ഡോക്ടർ ഫിറോസ്, ഡോക്ടർ ബാബു എന്നിവർ അവയവദാനത്തെക്കുറിച്ച് സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിന് പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടേതടക്കം വ്യാജ CD നിർമ്മിച്ച് വിതരണം ചെയ്തയാളെ സിറ്റി ക്രൈം സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. കല്ലായി റോഡിലെ മെമ്മറി കളക്ഷൻസ് ഉടമ അബ്ദുൾ സലാമിനെയാണ് 2000-ഓളം വ്യാജ അശ്ലീല ചിത്ര CDകൾ സഹിതം കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും മൊബൈലിൽ അശ്ലീല ചിത്രങ്ങൾ കയറ്റി കൊടുക്കുന്നയാളെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് കമ്പ്യൂട്ടറുകളും 2000-ഓളം വ്യാജ CDകളും കോപ്പി റൈറ്ററും പിടിച്ചെടുത്തു. നല്ലളം സ്വദേശി പാലക്കിൽ വീട്ടിൽ അബ്ദുൾ സലാമിനെയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ കീഴിലുള്ള സിറ്റി ക്രൈം സ്ക്വാഡും കസബ CI ബാബു പെരിങ്ങത്തും സംഘവും പിടികൂടിയത്. സ്കൂൾ കുട്ടികളുടെ കയ്യിൽ അശ്ലീല CD കണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കല്ലായി റോഡിൽ മെമ്മറി കളക്ഷൻസ് എന്ന സ്ഥാപനത്തിൽ മൊബൈൽ റീചാർജിംഗ്, കണ്ണട വിൽപ്പന എന്നിവയുടെ മറവിലാണ് വ്യാജ CD വിൽപ്പന. തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടേതുൾപ്പെടെയുള്ള വ്യാജ CDകൾ ഇയാൾ വാടകയ്ക്ക് നൽകുമായിരുന്നു. പോലീസ് വേഷം മാറി കടയിലെത്തി വ്യാജ CD ആവശ്യപ്പെട്ടപ്പോൾ നൽകുന്നതിനിടെയാണ് അറസ്റ്റ്. ഇയാളുടെ കടയിൽ നിന്ന് ഒരേ സമയം 4 സിനിമകൾ റൈറ്റ് ചെയ്യുന്ന കോപ്പി റൈറ്ററും പിടിച്ചെടുത്തു. വ്യാജ CD വിൽപ്പനയുമായി ഇയാൾ മുൻപും പോലീസ് പിടികൂടിയിരുന്നു. സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPOമാരായ O മോഹൻദാസ്, CPOമാരായ TP ബിജു, KR രാജേഷ്, MV അനീഷ്, KP ഷജുൽ,
സുനിൽകുമാർ, സി പ്രഭാകരൻ, പി സുനിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ദേശീയ മ്യൂസിയം ഡയറക്ടർ ജനറൽ ഡോക്ടർ വി വേണുവുമായി മുഖാമുഖം കോഴിക്കോട്ട് നടന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ അലോക് കുമാർ സാബു അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പഴശ്ശിരാജ മ്യൂസിയം ജനകീയ ഇടപെടലിലൂടെ നഗരത്തിലെ മുഖ്യ ആകർഷക കേന്ദ്രമാക്കി മാറ്റണമെന്ന് ദേശീയ ഡയറക്ടർ ജനറൽ ഡോക്ടർ വി വേണു അഭിപ്രായപ്പെട്ടു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി മ്യൂസിയത്തിന്റെ നടത്തിപ്പിനായി സമൂഹത്തിൽ നിന്ന് സന്നദ്ധ സേവകരെ തെരഞ്ഞെടുത്ത രീതി കോഴിക്കോട് മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. Kerala was the first state which recognized the power of heritage. Used transplanted wooden mansions as accommodation, as rooms and cottages. All of you must have seen those. That revived, it preserved the wooden traditions, the old wooden houses. You would all remember, 30 years ago, pulling down a house was the easiest thing. You do it for scrap. People will come, tear down the house. Today, every old house has become a valuable asset. ചേംബർ പ്രസിഡന്റ് അലോക് കുമാർ സാബു അധ്യക്ഷം വഹിച്ചു. ടി ഗോപകുമാർ പരിചയപ്പെടുത്തി. എ ശ്യാം സുന്ദർ നന്ദി പറഞ്ഞു. ഗാസയുടെ മുറിവുകൾക്ക് സ്നേഹലേപനമായി മഴയുടെ ഗസൽ സന്ധ്യ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ അപലപിച്ച് ബാങ്ക് ജീവനക്കാരുടെ കലാസാംസ്കാരിക വേദിയായ നവതരംഗമാണ് ഗസലിൽ കോർത്ത പ്രതിഷേധമൊരുക്കിയത്. ഗസലും ഗാസയുമായി ബന്ധമില്ലെങ്കിലും ഗാസയുടെ നൊമ്പരങ്ങൾ ഗസലായി ടൗൺ ഹാളിൽ ഒഴുകിയെത്തി. പാലസ്തീൻ ജനതയ്ക്കായി സ്നേഹത്തിന്റെ താളത്തിൽ, കരുണയുടെ രാഗത്തിൽ ഹൃദയാദ്രമായിരുന്നു ഓരോ ഗാനവും. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ അപലപിച്ച് ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വേദിയായ നവതരംഗമാണ് ഗസൽ കോർത്ത പ്രതിഷേധം തീർത്തത്. ഗസലിന്റെ വശ്യതയ്ക്കുപരിയായി ഗാസയിലെ നോവുകൾക്ക് പാട്ടിലൂടെ ഒരു സ്വാന്തനമായിരുന്നു യുവഗായിക മഴയുടെ സംഗീത സന്ധ്യ. ഭജനിലായിരുന്നു തുടക്കം. വൈഷ്ണവ ജനതോ തേനെ കഹിയേജെ തുടർന്ന് ബാബുരാജിന്റെയും അബ്ദുൽ ഖാദറിന്റെയും ഭാവഗാനങ്ങളിലൂടെ ഗസൽ സുൽത്താൻ മെഹദി ഹസനും ഫരീദ ഖാനും വിദ്യാർത്ഥിനിയായ മഴയുടെ ശബ്ദത്തിൽ ഒഴുകിയെത്തി. മെഹദി ഹസന്റെ രഞ്ജുഷ് ഹി സഹി, ബാബുരാജിന്റെ ഇന്നലെ മയങ്ങുമ്പോൾ, മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, പ്രശസ്ത ബംഗാളി ഗസൽ ഗായിക ഷുമോന റോയ് ബിസ്വാസിന്റെ ബസ് കെ ദുഷ്വാർ ഹേ തുടങ്ങിയവയും ഗസൽ സന്ധ്യയെ അനിർവചനീയ ഗാനോപഹാരമാക്കി. പലസ്തീൻ കവി മഹ്മൂദ് ദാർവീസിന്റെ കവിത ചൊല്ലി ഗായകൻ ഷഹബാസ് അമൻ ഗസൽ സന്ധ്യയ്ക്ക് ഐക്യദാർഢ്യമേകി. പശ്ചാത്തല സംഗീതത്തിൽ പ്രശസ്ത സിത്താർ വാദകൻ ഇബ്രാഹിം കുട്ടി, ഹാർമോണിയത്തിൽ ഉസ്മാൻ, തബലയിൽ റസാഖ് എന്നിവർ പശ്ചാത്തല സംഗീതമൊരുക്കി. ഗസലിന് മുന്നോടിയായി ലൗലി നിസാറിന്റെ കവിതാ സമാഹാരം എന്റെ ബോധസ്വപ്നങ്ങൾ ഡോക്ടർ ഖദീജ മുംതാസ് പ്രകാശനം ചെയ്തു. എ പി കുഞ്ഞാമു ഏറ്റുവാങ്ങി. പി പ്രവീൺ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ആർ മോഹൻ, ബൈജു ലൈലരാജ്, വി ഗോപി എന്നിവർ സംസാരിച്ചു. കേരള ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുന്നതിനായി AKPSTA നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന പരിപാടി ഡോക്ടർ ജെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. AKPCTA കോഴിക്കോട് ജില്ലാ അക്കാദമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 2014-15 സംബന്ധിച്ച് ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ഡോക്ടർ ജെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മൂലധന ശക്തികൾക്ക് ലാഭം കൊയ്യാനുള്ള മേഖലയാക്കി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റിയത് ആഗോളവൽക്കരണ നയങ്ങളാണ്. ഈ മേഖല കൈവരിച്ച നേട്ടങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന അനുഭവങ്ങളാണ് രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും ഇന്ന് നടക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള ഒരു അക്കാദമിക് ഇടപെടൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരള ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ 2014-15 രൂപീകരിച്ചത്. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുന്നതിനായി ഈ മേഖലയിലെ പ്രഗത്ഭരെയും പരിചയസമ്പന്നരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും അക്കാദമിക് ശില്പശാലകൾ നടത്തുന്നത്. ശില്പശാലയിൽ ഡോക്ടർ KK അബ്ദുള്ള, ഡോക്ടർ ഹേമന്ത് കുമാർ, ഡോക്ടർ CT സൈമൺ, ഡോക്ടർ NE രാജീവൻ, ഡോക്ടർ K ശ്രീധരൻ, ഡോക്ടർ ഗോപാലൻകുട്ടി, ഡോക്ടർ ശശിധരൻ, ഡോക്ടർ ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു.
ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപക ദിനാഘോഷവും യുദ്ധവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ ഡോക്ടർ ആർസു വിഷയാവതരണം നടത്തി. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ശിക്ഷക് സദനിൽ വെച്ചാണ് യുദ്ധവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത്. സ്ഥാപക ദിനാഘോഷം UDF കോഴിക്കോട് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് P. ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T. സിദ്ദിഖ് യുദ്ധവിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഡോക്ടർ ആർസു വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ആയുധങ്ങളുടെ ഉത്പാദനമാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്നും ഒരു രാജ്യത്തിന് അതീശത്തെ ലഭിക്കേണ്ടത് മറ്റുള്ളവരെ എങ്ങനെ പരിധിയിൽ നിർത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങൾക്ക് ഇന്ന് കൂടുതൽ സാങ്കേതികത വരുന്നതായിട്ട് പലസ്തീനിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ട് അനേകം കാര്യങ്ങളുണ്ട്. GSTU ജില്ലാ പ്രസിഡന്റ് N. ബഷീർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി T. K. പ്രവീൺ, GSTU സംസ്ഥാന സെക്രട്ടറി OM. രാജൻ, റവന്യൂ ജില്ലാ പ്രസിഡന്റ് ദിനേശൻ തൂബശ്ശേരി, P. പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടന്നു. വിദ്യാലയങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലും ആഘോഷങ്ങളും മധുര വിതരണവും നടന്നു. വിദ്യാർത്ഥികളിൽ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മിനി ബൈപ്പാസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുതൽ കളിപ്പേക വരെയുള്ള റോഡിന്റെ പരിസരം ശുചിയാക്കിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ മാതൃകാപരമാക്കിയത്. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ കുഞ്ഞുണ്ണി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഭാരത് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഷംസുദ്ദീൻ, ഭാരത് കോളേജ് പ്രിൻസിപ്പൽ ജയ്സി, പ്രേമാനന്ദ്, പ്രമോദ് കുമാർ, ഗോപാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 250ഓളം വരുന്ന വിദ്യാർത്ഥികളും 16ഓളം അധ്യാപകരും ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. ശ്രീകൃഷ്ണ അസോസിയേറ്റ്, ശ്രീവിനായക, ശ്രീശാസ്ത്ര, ശ്രീമുരുക, ശ്രീദുർഗ, ശ്രീരാം പുരുഷ സ്വാശ്രയ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ BC റോഡിൽ മാഞ്ചോട്ടിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഹവിൽദാർ പുതിയലത്ത് വിജയൻ പതാക ഉയർത്തി. മുൻ വാർഡ് മെമ്പർ N. സതീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. വളപ്പിൽ പ്രദീപ്, ആലിയക്കോട്ട് സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മിഠായി വിതരണവും ഉണ്ടായിരുന്നു. ബേപ്പൂർ ആമക്കോട്ട് വയൽ അംഗനവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തെങ്ങന്തറമ്മൽ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർമാൻ ഷൈജു ചിറവലത്ത് അധ്യക്ഷനായിരുന്നു. മുൻ വാർഡ് മെമ്പർ നെല്ലിക്കോട്ട് സതീശൻ, അംഗനവാടി വർക്കർ തങ്കം, ഹെൽപ്പർ പെരുമ്പുഴക്കാട്ട് ശോഭന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ദേശഭക്തി ഗാനാലാപനവും പായസ വിതരണവും നടന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചെറുവലത്ത് ദാമോദരൻ എൻഡോമെന്റ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷ റാലിയും നടന്നു. ബേപ്പൂർ ഗവൺമെന്റ് GLP സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് M. ഗോപിനാഥൻ മാസ്റ്റർ പതാക ഉയർത്തി. പ്രധാനാധ്യാപിക M. ലീലാവതി മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് TP മനോജ് അധ്യക്ഷനായിരുന്നു. സത്യനാഥൻ, വളപ്പിൽ പ്രദീപ്, ഷിംന, ഷിന്ദ, P. ബീന, TP രാമചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചിത്രരചനാ മത്സരം, ചരിത്രക്കുറിപ്പ് രചനാ മത്സരം, ക്വിസ് മത്സരം, പതാക നിർമ്മാണ മത്സരം, ദേശഭക്തി ഗാനാലാപന മത്സരം, പ്രസംഗ മത്സരം എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിന റാലിയും സംഘടിപ്പിച്ചിരുന്നു. തമ്പി റോഡ് പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തമ്പി റോഡ് ജംഗ്ഷനിൽ പതാക ഉയർത്തി. റിട്ടയർഡ് ഹവിൽദാർ മാടായി പീതാംബരനാണ് പതാക ഉയർത്തിയത്. തമ്പിവളപ്പിൽ ഷൺമുഖൻ അധ്യക്ഷം വഹിച്ചു. P. സുരേഷ്, C. ജനാർദ്ദനൻ, V. അജയകുമാർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ PJ ലൂസി പതാക ഉയർത്തി. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. SPC JRC വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ പ്രധാന അധ്യാപിക V. ജീജ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി. സ്വാതന്ത്ര്യദിന സന്ദേശവും റാലിയും നടന്നു. നടുവട്ട മാഹി സൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ പഴയഞ്ചേരി മാധവൻ പതാക ഉയർത്തി. MP രാജേഷ്, മണ്ടോടി സുനിൽകുമാർ, പൂനാട്ടിൽ ജയബാബു, സുകുമാരൻ മണ്ടോളി, KP പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു.
മാറാട് മുണ്ടേക്കാട്ട് ഐശ്വര്യജനശ്രീ സുസ്ഥിര മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. നടൻ മാമുക്കോയ പതാക ഉയർത്തി. കട്ടയാട്ട് പശുപാലൻ അധ്യക്ഷനായിരുന്നു. കെ വേണുഗോപാൽ, ടി പി ഗീത, എസ് വി സലീം, പുഷ്പരാജ്, സുധീർ മുണ്ടേക്കാട്ട്, സുബ്രഹ്മണ്യൻ, പി കെ നാസർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് മിഠായി വിതരണവും നടന്നു. കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ വി ബാലകൃഷ്ണൻ പതാക ഉയർത്തി. എ വി ഗിരീഷ്, സി മാധവദാസ്, അഡ്വക്കേറ്റ് വിനോദ് കുമാർ, സി വി അബ്ബാസ്, വി പി ബഷീർ എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണമുണ്ടായിരുന്നു. ബേപ്പൂർ ബി സി റോഡ് സുഹൃദ് വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ടി പി രാമചന്ദ്രൻ പതാക ഉയർത്തി. പി ചന്ദ്രസേനൻ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എൻ ബഷീർ, പി അരവിന്ദാക്ഷൻ, രമേശ് ബേപ്പൂർ, ടി ശ്രീധരൻ, കെ കെ മുരളി, എം കെ ബാവ, ടി സുധാകരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു. നല്ലളം ജയന്തി റോഡ് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞാലി പതാക ഉയർത്തി. അയമ്പാട് സ്വാമി സ്വാഗതം പറഞ്ഞു. അബ്ദുൾ റസാഖ്, ഷംസുദ്ദീൻ, ഹർഷാദ്, റാഫി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംഗമം അംഗനവാടിയുടെ ആഭിമുഖ്യത്തിൽ റഹ്മാൻ ബസാർ പാലക്കുളം തെരുവിൽ കുട്ടികളുടെ ഘോഷയാത്ര സംഘടിപ്പിച്ചു. അധ്യാപകരായ സുഷമ, മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെറുവണ്ണൂർ വെസ്റ്റ് ALP സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രധാന അധ്യാപിക എം ശ്രീലത പതാക ഉയർത്തി. PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. അധ്യാപകരായ രാമചന്ദ്രൻ, ആനന്ദവല്ലി, സുശീല കുമാരി, ഫാത്തിമത്ത് സുഹ്റ, റീന, വാഹിദ, നസീം ബാനു, റൈഹാനത്ത്, വിനീത, ജസ്ല, ഷാഹിദ, ജമാലുദ്ദീൻ, സുഹ്റാബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാഷാ സമന്വയ വേദി ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമരകാല കവിതകളുടെ ആലാപനം സംഘടിപ്പിച്ചു. അളകാപുരിയിൽ ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് നോർത്ത് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ ഗോപി എം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് നോർത്ത്, ഭാഷാ സമന്വയവേദി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമരകാല കവിതകളുടെ ആലാപനം സംഘടിപ്പിച്ചു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന പരിപാടി ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് നോർത്ത് പ്രസിഡന്റ് കേണൽ ഗോപി എം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ദേശീയ നേതാക്കളുടെ, ദേശസ്നേഹികളായ സ്വാതന്ത്ര്യ സമരഭടന്മാരുടെ ജീവിത ലാളിത്യവും ആത്മാർത്ഥതയും ആത്മധൈര്യവും ആശയങ്ങളും നമ്മുടെ സാഹിത്യകാരന്മാർ വികാരതലത്തിൽ തന്നെ ഉൾക്കൊണ്ടു. അങ്ങനെ സ്വാതന്ത്ര്യ സമരഗാഥകൾ പിറന്നു. സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാ ഹമാര. പ്രശസ്ത കവി MN പാലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ആർ സു അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ PK ചന്ദ്രൻ ആമുഖം നടത്തി. രാധാകൃഷ്ണൻ തീയപ്പള്ളി, ഡോക്ടർ PM മീര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ദേശാഭിമാനം ഓർമ്മിപ്പിക്കുന്ന കവിതകളുമായി സ്വാതന്ത്ര്യ സമര സേനാനി P വാസു സദസ്സിനെ ആവേശത്തിലാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതത്തിന്റെ 68ാം സ്വാതന്ത്ര്യദിനം. ദേശസ്നേഹവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ സ്വാതന്ത്ര്യദിന സന്ദേശം. വർഗീയതയും തീവ്രവാദവും രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. കർഷക വിരുദ്ധ നയങ്ങളുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.